സാധ്യമായ എല്ലാ രീതിയിലും ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക ആണ് കേരളത്തിന്റെ നിലപാട്. അതിനനുകൂലമായ സമീപനം തന്നെ എല്ലാവരും സ്വീകരിക്കുന്നു എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. ഇന്ന് 12ാം ദിവസം ഏറ്റവും പ്രതീക്ഷ നൽകിയത് നദിയിലിറങ്ങിയുള്ള പരിശോധന സാധ്യമായി എന്നതാണ്. അത് ഉടുപ്പിയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പയും സംഘമാണ് അത്തരമൊരു പരിശോധനയ്ക്ക് ഉള്ള സാധ്യത തേടിയിരിക്കുന്നത്. 6 തവണ പക്ഷേ അവരുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവരുടെ ശ്രമം തുടരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ്. അവർ ആ നദിക്ക് മധ്യഭാഗത്തായി രൂപപ്പെട്ടിട്ടുള്ള മൺകൂനയിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നദിയിലിറങ്ങി പരിശോധനയ്ക്കുള്ള സാധ്യതയാണ് തേടുന്നത്. ഏതാണ്ട് 132 മീറ്റർ അകലെ സിഗ്നൽ ലഭിച്ച ഇടത്താണ് ഇന്ന് 12ാം ദിവസം നേരിട്ടിറങ്ങിയുള്ള പരിശോധന നടക്കുന്നത്. പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ച നാവികസേനയുടെ ഡീപ്പ് ഡൈവർമാർ പോലും ഇറങ്ങാൻ മടിക്കുന്ന ഇടത്താണ് ഉടുപ്പിയിൽ നിന്നുള്ള ഈശ്വർ മാൽപ്പയും സംഘവും നിലയുറപ്പിച്ച് നദിയുടെ ഉൾഭാഗത്ത് ഇറങ്ങി പരിശോധന നടത്തുന്നത്. ശക്തമായ അടിയൊഴുക്ക് ഇപ്പോഴും വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കരയിൽ നമുക്ക് കാണാം. നേരത്തെ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തിവിടാത്തത് വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. ഇന്നൊക്കെ 12ാം ദിവസം എത്തുമ്പോൾ കർണാടകയിലെ മാധ്യമപ്രവർത്തകർ മാധ്യമ സംഘവും അവിടെ എത്തിയിരുന്നു. അവർക്കൊക്കെ ആ സൈറ്റിലേക്ക് പോകണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും അത് തടഞ്ഞത് വലിയ രീതിയിൽ വാക്കുതർക്കത്തിനൊക്കെ ഇടയാക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കടത്തിവിട്ടിരിക്കുന്നു. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെയും നമുക്ക് കാണാമായിരുന്നു. എന്തായാലും അവിടെ ആ ഓപ്പറേഷൻസ് തുടരുകയാണ്. അത് കൂടുതൽ ഊർജിതമായി തുടരും എന്ന സന്ദേശം തന്നെയാണ് മുഹമ്മദ് റിയാസ് നൽകിയതും. അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, 6 തവണ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാൽപ്പേ സംഘവും ഈ നദിയുടെ കുത്തൊഴുക്കിൽ ഇറങ്ങി നടത്തുന്ന പരിശോധനയിൽ ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ പ്രതീക്ഷയാകുന്നത് അവർ ആ ദൗത്യം തുടരുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ 6 മണി പിന്നിട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഏതാണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് ദൗത്യം ഉപേക്ഷിക്കാറുണ്ട്. എന്താണ് ഇനി അവിടുത്തെ സാഹചര്യം? എന്താണ് അവരുടെ നീക്കം? ഇനി എത്ര നേരം ഈ ദൗത്യം തുടരാൻ കഴിയും? രേണുക, ദൗത്യം അതായത് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാൽപ്പേ സംഘത്തിന് ഇവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം അവർ 6-7 തവണ ശ്രമം നടത്തിയിട്ടുണ്ട്. 7ാമത്തെ തവണയുള്ള 7 തവണയും അവർ ഡൈവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. 3ാം തവണ ഡൈവ് ചെയ്തതും മാൽപ്പേ ഈശ്വർ ആയിരുന്നു. ഈശ്വരൻ വടം പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയി. തുടർന്ന് നാവികസേനയും ഇവരുടെ കൂടെയുള്ള സംഘവുമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഇത് വലിയ അപകടം പിടിച്ച ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടരാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മണിക്കൂറുകളായി ഇപ്പോൾ ശ്രമം നടക്കുന്നു. പക്ഷേ ആ ശ്രമമെല്ലാം വിഫലമാവുന്നു എന്നുള്ള ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, നേവിക്കും ഇപ്പോൾ ഇതിലൊരു ഡൈവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഇതിന്റെ അടിയൊഴുക്ക് 6.8 നോട്ട്സ് ആണ് ഉണ്ടായിരുന്നത്. അത് കുറയണം. അത് 3 നോട്ട്സ് എങ്കിലും ആയി കുറഞ്ഞാൽ മാത്രമേ അടിത്തട്ടിലുള്ള ലോറി കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കരസേന കരയിലെ മണ്ണ് നീക്കം ചെയ്യുന്നതും അതിന്റെ രക്ഷാപ്രവർത്തനവും മുറ പോലെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രധാനമായും ദൗത്യം നടക്കേണ്ടത് വെള്ളത്തിലാണ്. ഗംഗാവലി നദി ഇപ്പോഴും അതിന്റെ രൗദ്രഭാവത്തിൽ കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും മഴ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ഇവിടെ ലഭിച്ചിട്ടില്ല. ഇവിടെയും നമ്മൾ ഈ പ്രധാനമായും ഇതിന്റെ രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ തുടങ്ങിയത് മുതൽ നമ്മൾ അത് പകർത്തിയ ദൃശ്യങ്ങൾ ഗോകർണത്ത് നിന്നുകൊണ്ട് ഒരു കുന്നിന് മുകളിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് പകർത്തിയത്. ആ പ്രദേശത്ത് എവിടെയും തന്നെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ മഴയുള്ളതായിട്ട് തോന്നുന്നില്ല. ഈ പ്രദേശത്ത് മഴയില്ല. പക്ഷേ ഈ ഗംഗാവാലി നദിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വെസ്റ്റേൺ ഘാട്സിലെ, അതായത് ഈ പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ, കുന്നുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും ശക്തമായ കുത്തൊഴുക്കുണ്ടാവും. ആ കുത്തൊഴുക്കിൽ എന്തായാലും രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. പക്ഷേ മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നേവിയിൽ എത്ര കുത്തൊഴുക്കിലും എത്ര വലിയ വെള്ളപ്പൊക്കത്തിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനും ആളുകളെ കരയിലെത്തിക്കാനും ശേഷിയുള്ള നേവി സംഘങ്ങളുണ്ട്. അത്തരത്തിൽ വൈദഗ്ധ്യം നേടിയ സംഘങ്ങളെ ഇവിടെ എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഉണ്ടാവും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്.
ഒപ്പം തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പദ്ധതി ഇന്നലെ അത് യോഗത്തിൽ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഒരു നീക്കം കൂടി നടത്താമെന്ന്. പക്ഷേ അതിൽ നിന്ന് പിന്നീട് കർണാടക പിന്നാക്കം പോയി. ഉടൻ തന്നെ മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അത്, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ, MLA-മാരായ സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവർ ഇടപെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഇത് വേണം എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. ഉത്തര കന്നഡ ജില്ലാ കളക്ടറായ ലക്ഷ്മി പ്രിയ അത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ദൗത്യം കൂടി, ആ ഒരു പരീക്ഷണം കൂടിയായി മുന്നോട്ട് പോകാം, അങ്ങനെ ഒരു നീക്കം കൂടി നടത്താം എന്നുള്ളൊരു തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഇതിന്റെ എക്യുപ്മെന്റ്സ്, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ആവശ്യമായ എക്യുപ്മെന്റ്സ് വരേണ്ടതുണ്ട്. ആ എക്യുപ്മെന്റ്സ് ഇന്ന് രാത്രിയോടെ എത്തിയതിനു ശേഷം നാളെ രാവിലെ അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം കൂടി നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.